നമസ്കാരം. മധ്യസ്ഥ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം റോം സന്ദർശിച്ചു. ഫാദർ തോമസ് കൊച്ചേളച്ചങ്കലത്തിന് കേരള ശാസ്ത്രവേദിയുടെ അവാർഡ്. വിദ്യാഭ്യാസ അവകാശ നിഷേധം സർക്കാരുമായി അകൽച്ചയ്ക്കിടയാക്കും മാർ ജോസഫ് പൗത്തിൽ. വാർത്തകൾ വിശദമായി. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം റോം സന്ദർശിച്ചു. ജൂൺ 16 തിങ്കളാഴ്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കോൺഗ്രിഗേഷൻ ഫോർ ദ ഓറിയന്റൽ ചർച്ചിന്റെ അധ്യക്ഷൻ കർദിനാൾ റെർനാഡോ സാന്തിരിയുമായും സെക്രട്ടറി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. 17 ചൊവ്വാഴ്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പിതാവ് പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദ ക്രിസ്ത്യൻ യൂണിറ്റിയുടെ സെക്രട്ടറി ബിഷപ്പ് ബ്രെയിൻ ഫാരനുമായും കൗൺസിൽ മെമ്പർമാരായ റവറൻ ഫാദർ ഗബ്രിയേൽ ക്യൂക്കുമായും കൂടിക്കാഴ്ച നടത്തി. ജൂൺ 18 ബുധനാഴ്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായും വർത്തിക്കാൻ സ്ക്വയറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. സീറോ മലബാർ സഭയുടെ കാലങ്ങളുടെ ഐക്കൺ ചിത്രങ്ങൾ പതിച്ച തടിയിൽ തീർത്ത മനോഹരമായ സ്ലീവ അഭിയുന്ന പിതാവ് മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി നൽകി. ഫാദർ തോമസ് കൊച്ചേളച്ചങ്കലത്തിന് കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ അവാർഡ്. കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ ആതുരദാസ് അവാർഡിന് ചങ്ങനാശ്ശേരി അതിരൂപത ആത്മദ കേന്ദ്രം ഡയറക്ടർ ഫാദർ തോമസ് കൊച്ചേളച്ചങ്കലം അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. വിദ്യാഭ്യാസ അവകാശ നിഷേധം സർക്കാരുമായി അകൽച്ചയ്ക്കിടയാക്കും മാർ ജോസഫ് പൗത്തിൽ. സർക്കാരിൻ്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നടത്തുന്ന പരിഷ്കാരങ്ങൾ ഏഴര വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും മാനേജ്മെന്റുകളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിന് കടമയുണ്ടെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. മെത്രാപ്പൊലീത്തൻ പള്ളി വികാരി ഫാദർ തോമസ് തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ജോസഫ് പനക്കേഴം, പ്രസിഡന്റ് ടോമിച്ചൻ അയ്യരുളങ്ങര തുടങ്ങിയവർ പ്രസംഗിച്ചു. എടിമേരിക്കുട്ടി, നിന്റെ മോളുടെ കല്യാണം ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്റെ അന്നച്ചെടുത്തി കല്യാണമൊക്കെ അങ്ങ് മനസ്സിൽ വിചാരിച്ചപ്പോ കർത്താവിന്റെ മധ്യസ്ഥനിലൂടെ അങ്ങ് നടത്തി തന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അതിനൂതന സംരംഭം മധ്യസ്ഥൻ മാട്രിമോണി.com, ഒരു കത്തോലിക്ക വൈവാഹിക സേവന ശൃംഖല. നിങ്ങളുടെ മംഗല്യ സ്വപ്നങ്ങൾ പൂവണിയുവാൻ സന്ദർശിക്കൂ മധ്യസ്ഥൻ മാട്രിമോണി.com, അരമനപ്പടി, ചങ്ങനാശ്ശേരി. ഓ, ഇത്ര പെട്ടെന്നോ? ഇത്ര ഭംഗിയായി, ഇത്ര കുറഞ്ഞ നിരക്കിൽ അതിമനോഹരമായും ഉത്തരവാദിത്വത്തോടെയും പ്രിന്റിംഗ് ജോലികൾ ഉന്നത നിലവാരത്തിൽ ചെയ്തു കൊടുക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ മികച്ച സ്ഥാപനം. എല്ലാം ഞാൻ മനസ്സിൽ കണ്ടതുപോലെ. സെയിന്റ് ജോസഫ്സ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാൾ, അരമനപ്പടി, ചങ്ങനാശ്ശേരി. We impress you with impressions. റവറൻ ഫാദർ ടോം ആര്യങ്കാലയ്ക്കും റവറൻ ഫാദർ ജേക്കബ് കർഗേലിനും ഡോക്ടറേറ്റ് ലഭിച്ചു. റവറൻ ഫാദർ ടോം ആര്യങ്കാല ജൂൺ 12 വ്യാഴാഴ്ച റോമിലെ ലാറ്ററൽ യൂണിവേഴ്സിറ്റിയിലെ പൊന്തിഫിക്കൽ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടോട്ടിനൽ തീസിസ് അവതരിപ്പിച്ചു. റവറൻ ഫാദർ ജേക്കബ് കർഗേൽ ജൂൺ 17 ചൊവ്വാഴ്ച റോമിലെ ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറിനൽ തീസിസ് അവതരിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമാണ് മാർ ജോസഫ് പൗത്തിൽ. സീറോ മലബാർ സഭയുടെ കീഴിലുള്ള കോളേജുകളിലെ ക്യാമ്പസ് മിനിസ്ട്രി ഡയറക്ടർമാരുടെയും ചാപ്പൽമാരുടെയും സമ്മേളനം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷങ്ങളുടെ ആത്മീയ സാൻമാർഗിക മൂല്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബിഷപ്പ് മാർ ജോസഫ് പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. കലാലയങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികളുടെ കുടുംബ സാമൂഹിക പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ ആത്മീയ മാനസിക വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികളുമായി സമ്പർക്കം സൂക്ഷിക്കുവാനും അധ്യാപകർ പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി മധ്യസ്ഥ ന്യൂസ് ടൈം അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.